ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇന്ന് ചെറിയ പണികളേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ, ശരിക്കുള്ള ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഇനിയിപ്പോൾ സമയമുള്ളപ്പോൾ ചെയ്യും. മുകളിൽ ഇവിടെ ഒരു സ്റ്റോറേജ് റൂം ആക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നില എൻ്റെ ബെഡ്റൂം ഇങ്ങനെയാണ് ആക്കി വെച്ചേക്കുന്നത്. വില്ലേജേഴ്സിൻ്റെ ബാനർ മൊത്തം ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒന്ന് മുകളിലും ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ബണ്ടിലും വെച്ചിട്ടുണ്ട്, മറ്റേ വില്ലേജിൽ നിന്ന് കിട്ടിയ ഒരു MLG ആവാം, അത് മുഞ്ചി അത് വിടാം. എനിക്കിപ്പോൾ ഒരു ബേസായി, രാത്രി ഉറങ്ങാനാണെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനാണെങ്കിലും. പിന്നെ എൻ്റെ വേൾഡ് കാണാനും സോംബീസ് ഒക്കെ ഉണ്ടോ നോക്കാനും എനിക്ക് ടവറുമായി. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രമില്ല, ഫുഡ്. അതെ, ഫുഡാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്, വേറെ ഒന്നും ആവശ്യമില്ല. ഈ സ്റ്റോറേജ് റൂമിൽ കുറച്ച് വീറ്റ് സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. വീറ്റ് സീഡ് ഉണ്ട്, 17 പൊട്ടറ്റോ ഉണ്ട്, അത് ഇങ്ങ് എടുത്തേക്കാം. അടുത്ത MLG നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തി ഒരു ഫുഡ് ഫാം ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫാമിന് ടെമ്പററി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനൽ ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറ്റി പണിയും. അടുത്ത MLG ചെയ്യുക. ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ബേസ് കെട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ കല്ലായതുകൊണ്ട് നമുക്ക് ഡേർട്ട് വെക്കണം. അപ്പോൾ അവിടെ പോയി ഞാൻ ഡേർട്ട് എടുത്തിട്ട് അതിന് വേണ്ടി ഷവൽ എടുക്കണം. അപ്പോൾ ഷവൽ എടുക്കട്ടെ. ഷവൽ എടുക്കുന്നതിന് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെള്ളം എൻ്റെ ആ കൂടെ ഒരു വാട്ടർ ബക്കറ്റേ ഉള്ളൂ. ആ ഉള്ള വാട്ടർ ആണെങ്കിൽ എനിക്ക് MLG ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. ഇനി ഇതിപ്പോൾ അൺലിമിറ്റഡ് സോഴ്സ് ആക്കാം വാട്ടറിൻ്റെ. കുഴിയിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇവിടെ മൊത്തം ഒന്ന് പൊട്ടിച്ച് ഡേർട്ട് ആക്കണം, അത് ഞാൻ ആക്കിയിട്ട് വരാം. അവിടെ ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡേർട്ട് എടുക്കട്ടെ. ഓക്കെ, കുറച്ച് ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. ഒരു ഹോ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഡേർട്ട് വെക്കട്ടെ. ഇനിയും ഡേർട്ടിൻ്റെ ആവശ്യം ഉണ്ടാവുകൊണ്ട് ഞാൻ കുറച്ച് മൈൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, മൈൻ ചെയ്ത് മൊത്തം ഇവിടെ നിന്ന് വെക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇവിടെ ഹോ വെച്ച് മൊത്തം ടിൽറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അവസാനത്തെ കൊണ്ട് ടിൽറ്റ് ചെയ്തു. ഇനി പോയിട്ട് കുറച്ച് സ്പ്രൂസ് മരം എടുക്കണം. ഓക്കെ, അതിങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് സ്ലാബ് ഉണ്ടാക്കി ഒരു ഫെൻസ് ഗേറ്റും. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലായി, ഈ ഒരു വരി ബ്ലോക്ക് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ, മാറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ടവറിലോട്ട് കയറാനുള്ള സ്റ്റെപ്പിന് ഇടം കയറാവും. അത് മൊത്തം മാറ്റി. ഇനി ഇവിടെ മൊത്തം ഞാൻ നടുന്നതാണ് സീഡ്. ഓക്കെ, അത് ഇനി ഇതിന് ചുറ്റും സ്പ്രൂസ് മരം ഇങ്ങനെ വെച്ച് കൊടുക്കുക ബോർഡറായിട്ട്. അതാകുമ്പോൾ ഒരു ജീവി ഇതിനകത്ത് കയറില്ല, സോംബി സ്കെൽറ്റൻ ക്രീപ്പറൊന്നും കയറില്ല. ഇതിവിടെ ഒരു ഗേറ്റും വെച്ചു. ഇനി സ്ലാബ് മൊത്തം ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതും വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വളർന്നാൽ മാത്രം മതി. ഇതൊന്ന് സ്ട്രിപ്പും കൂടി ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറ്റും. ഒരു 10 എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഞാൻ മാറ്റിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഉണ്ടാക്കും. ഞാനാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും ഒരുത്തിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇങ്ങനെ കയറിയത് എനിക്ക് ആവശ്യമുള്ള ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഇവിടെ ഇത് മൊത്തം റെഡിയാക്കി ഇതവിടെ സീഡും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് ഫാം ഞാൻ വില്ലേജറിന് വെച്ച് ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡിലെങ്കിലും വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റും നോക്കാം. എന്നിട്ട് ബ്രീഡർ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ മല മൊത്തമല്ല, ഒരു പകുതിയെങ്കിലും ഡേർട്ടാക്കാൻ പോവാണ്. കാരണം കല്ല് അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. ഞാൻ ഈ കല്ല് മല മൊത്തം ഡേർട്ടാക്കാനാണ് പ്ലാൻ. കണ്ട് ഇവിടെ ടവറിൻ്റെ അടിയിലും ഡേർട്ടാക്കിയിട്ടുണ്ട് മണ്ണ്. കുറച്ച് ഷവലെടുത്തിട്ടുണ്ട് ഡേർട്ട് മൈൻ ചെയ്യാൻ. ഞാനിന്നത് കുറച്ച് മൈൻ ചെയ്യട്ടെ. പതിനെട്ട് സ്റ്റാക്ക് ഡേർട്ടും പിന്നെ 52 ഉണ്ട്. കയ്യിലുള്ള സീഡ് കുറച്ചുകൂടെ നട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള പണി ഇച്ചിരി ബോറ് പിടിച്ച പണിയാണ്. ഞാൻ എന്തായാലും സ്പീഡപ്പാക്കി കാണിച്ചു തരാം.
ഓക്കെ, ഞാനിത് ഇവിടെ മൊത്തം ഡേട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പാത്ത് വേ ആക്കിയിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് കാണാൻ. കുറച്ചധികം സമയം എടുത്തു. ഞാൻ മൊത്തം നിങ്ങൾക്ക് സ്പീഡപ്പ് ആക്കി കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് കാണാൻ. അടിയിൽ കുറച്ച് കല്ലിരുന്നോട്ട് വിചാരിച്ച്. ടവറിന്റെ മുകളിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, മണ്ടേന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഗ്രാസ് ബ്ലോക്കിന് വെക്കണം. പിന്നെ ഈ ഫാം ഞാൻ പൊട്ടിയും, കാരണം അവിടെ ഇരിക്കുമ്പോൾ ഒരു രസമില്ല. അവിടെ സൈഡിലോട്ട് മാറ്റി ഒരു ഓട്ടോമാറ്റിക് ഞാൻ പണിയുന്നതായിരിക്കും. ഇതിന്റെ അകവും ഞാൻ ഡേട്ട് ആക്കിയായിരുന്നു ഈ സ്റ്റെപ്പ് പോകുന്നതിന്റെ. ഇവിടെ ഇപ്പോൾ പച്ചപ്പ് പറഞ്ഞെങ്കിൽ ഗ്രാസ് ബ്ലോക്ക് വെക്കണം. ഗ്രാസ് ബ്ലോക്ക് വെക്കണമെങ്കിൽ സിൽക്ക് ടച്ച് വേണം. സിൽക്ക് ടച്ച് അല്ലാണ്ട് വല്ല വഴിയുണ്ടോ ചോദിച്ചാൽ ഒരു വഴിയുണ്ട്. അതെന്താ വെച്ചാൽ ഗ്രാസ് ബ്ലോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു എൻഡർമാനെ പിടിച്ച് കൊല്ലണം. അപ്പോൾ അവൻ്റെ ഗ്രാസ് ബ്ലോക്ക് നമുക്ക് കിട്ടും. ആ പച്ചപ്പ് കൂടി വന്നു കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ കുറച്ച് ഡയമണ്ട് കണ്ടുപിടിക്കണം. കാരണം അത് വെച്ച് നമുക്ക് എൻ്റെ കയ്യിലുള്ള 2 ഡയമണ്ടും കൂടി വെച്ച് പിക്കാക്സ് ഉണ്ടാക്കി നെതർ പോർട്ടൽ ഉണ്ടാക്കാം. എന്നിട്ട് അവിടുന്ന് ഡ്രൈഡ് കാസ്റ്റ് എടുത്തിട്ട് അതിനെ ഹാപ്പി കാസ്റ്റ് ആക്കി നമുക്ക് വില്ലേജിൽ നിന്ന് വില്ലേജറിന് എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം. അതിനിപ്പോൾ നാളെ നോക്കാം. ഇനിയിപ്പോൾ സമയമില്ല. എന്തായാലും ഞാൻ പോവാണ്. ടാറ്റ, ബൈ ബൈ.